ഇത് ട്രേഡ് ചെയ്യുന്നവർക്ക്, ട്രേഡിംഗ് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ ഒരു മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ ആദ്യം പഠിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? മാർക്കറ്റ് ഇതുപോലെ ഒരു അപ്സൈഡ് മൂവ് കാണുന്ന സമയത്ത് നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മാർക്കറ്റ് എന്താണ്, ബയ്യേഴ്സ് കൺട്രോൾ ചെയ്യുന്ന മാർക്കറ്റാണ്, അല്ലെങ്കിൽ ബയ്യേഴ്സിന്റെ ഡോമിനേഷൻ ഉള്ള മാർക്കറ്റ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ക്യാൻഡിൽ നോക്കി മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന 99% ആൾക്കാരും ഇത് എങ്ങനെയാ കരുതുന്നത്? ഇത് ബയ്യേഴ്സിന്റെ മാർക്കറ്റ് ആണെന്നേ കരുതത്തുള്ളൂ, അല്ലേ? ട്രേഡിങ്ങിൽ എല്ലാവരും ആദ്യം പഠിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് തെറ്റാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഫ്രഷ് ബൈയിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഉദാഹരണത്തിന് അത് മനസ്സിലായി, ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം? ഇത്രയേ ഉള്ളൂ. നമ്മൾ ബിഗ് പ്ലേസിന്റെ പൊസിഷൻ എടുത്ത് നോക്കുക. ബിഗ് പ്ലേസിന്റെ പൊസിഷൻ എടുത്ത് നോക്കിയപ്പോ ഈ ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ ഇത് കണ്ടോ? ഇവരുടെ ബിഗ് പ്ലേസിന്റെ പൊസിഷൻ ഡൗൺ സൈഡ് പോയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച്. ഇതൊക്കെ ലാസ്റ്റ് പഠിച്ചതാണ്. എന്നിരുന്നാലും 2-3 ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു മാർക്കറ്റ് നോക്കി, മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്. എന്നാൽ ബിഗ് പ്ലേസിന്, ഇത് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് ഇരുന്ന ഡേറ്റ ആണ് ഈ കാണുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് സാധാരണ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു RSI പോലത്തെ അതുപോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും അല്ല. അതൊന്നും വെച്ച് മാർക്കറ്റിൽ നമുക്ക് വലിയ യൂസ് ഇല്ല. ഇത് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഡേറ്റയാണ് നമ്മൾ ഈ കാണുന്നത്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, ഇത് ബ്രോ ഇത് RSI പോലെയാണോ, അല്ലെങ്കിൽ സാർ ഇത് ഏത് ഇൻഡിക്കേറ്ററുമായിട്ട് സമയം? ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമലി കിട്ടുന്ന RSI, മൂവിങ് ആവറേജ് അതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ല. കാരണം അതിനൊന്നും മാർക്കറ്റിൽ പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. അത് ആദ്യം മനസ്സിലാക്കാം. അത് ജസ്റ്റ് കാൽക്കുലേറ്റഡ് ലെവൽസ് ആണ്. ഇത് കാൽക്കുലേറ്റഡ് ലെവൽ അല്ല. എക്സ്ചേഞ്ചിൽ എത്രത്തോളം ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവുന്നുണ്ട്, ഇത് നമുക്ക് കിട്ടാൻ നമ്മളെ ബ്രോക്കേഴ്സിലെല്ലാം അവൈലബിൾ ആണ്. ഇത് ഇവിടെ കാണാം, കണ്ടോ? നമുക്ക് നമ്മുടെ ബ്രോക്കേഴ്സിലെല്ലാം ഇത്, പക്ഷെ ഇത് പലർക്കും യൂസ് ചെയ്യാൻ അറിയില്ല. അതാണ് പ്രശ്നം, യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മുടെ ബ്രോക്കേഴ്സിലെല്ലാം നമ്മൾ ഫ്യൂച്ചർ ചാർട്ട് എടുത്തിട്ട്, ഇപ്പൊ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് എടുത്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കിട്ടും. ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സിലും അവൈലബിൾ ആണ്. ഇത് യൂസ് പ്രോപ്പറായിട്ട് ഇത്രയും ഒരു നല്ലൊരു ഡേറ്റ നമുക്ക് ഉണ്ടായിട്ട് പലർക്കും യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഇവിടെ അപ്സൈഡ് പോകുന്ന സമയത്ത് ഇവിടെ ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യാണ്? പൊസിഷൻ എക്സിറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഇല്ലാതെയാണല്ലോ ഈ മാർക്കറ്റ് അപ്സൈഡ് പോയത്. ഈ മാർക്കറ്റിൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട്. അതായത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ മാർക്കറ്റ് എവിടെ അവസാനിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ. അതായത് ഈ മാർക്കറ്റിന്റെ അവസാനത്തെ, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു റേഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് അവസാനിക്കുന്ന റേഞ്ച്, അവസാനത്തെ 5 മിനിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അവസാനത്തെ ഒരു 30 മിനിറ്റ്, ആ മാർക്കറ്റിന്റെ അവസാനത്തെ ഒരു 30 മിനിറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് കാരണമുണ്ട്. കാരണം ഈ ഒരു മാർക്കറ്റ് ഇത് അപ്സൈഡ് പോയേക്കുന്നത് ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഇല്ലാതെയാണ്. അപ്പൊ ഈ ഒരു മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത്, ഒരു മാർക്കറ്റിന്റെ അവസാനം എന്ന് വെച്ചാൽ എന്താണ്? ആരും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മാർക്കറ്റ് അവസാനിക്കുന്നത്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവസാനിക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ആ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ പ്രസന്റ് ആയിട്ടിരുന്ന എല്ലാ പാർട്ടിസിപ്പൻസ് ഉദ്ദേശിക്കുന്നത് അവിടെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും സൈഡിലുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എഗ്രി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലാസ്റ്റ് 30 മിനിറ്റ്. അതായത് അവർ പരസ്പരം കൈ കൊടുക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് ഇവിടെ കൊണ്ടെത്തിച്ചു, നമുക്ക് ഇനി മാർക്കറ്റിനെ അവസാനിപ്പിക്കേണ്ട ഒരു പോയിന്റിൽ. അപ്പം അവരെന്ത് ചെയ്യുകയാണ്? ലാസ്റ്റ് ഒരു 30 മിനിറ്റ് എന്ന സമയത്ത്, ഓക്കെ, ഈ മാർക്കറ്റിലുള്ള ബയേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ സെല്ലേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും വന്നിട്ട്, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ നമുക്ക് മാർക്കറ്റിനെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ഫെയർ വാല്യൂ ഇതാണ്. ഞാൻ ഈ മാർക്ക് ചെയ്ത് ഈ ആരോ കൊടുത്തിരിക്കുന്നില്ലേ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഫെയർ വാല്യൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂവിൽ മാർക്കറ്റിനെ ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം
മാർക്കറ്റിന്റെ അവസാനത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, ഒരു ഫെയർ വാല്യൂ ആണ്. ആ ദിവസത്തെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ്. ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗ് ആണ്. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മുൻപുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഞാൻ മുൻപ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ബൈയിങ് ആയിട്ട് ക്ലബ്ബ് ചെയ്യേണ്ട പോയിന്റ്സുകളാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിന്റെ അവസാനത്തെ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഇമ്പോർട്ടൻ്റ്? ഇത് ചുമ്മാ 30 മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇത് എങ്ങനെയാണ് നമ്മളത് 30 മിനിറ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഈ 30 മിനിറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് 3 മണി മുതൽ 3:30 വരെയാണ് അല്ലേ. 3 മണി മുതൽ 3:30 വരെ ഞാൻ അതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം, അതായത് ഈ ഒരു മാർക്കറ്റിൽ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഇല്ല, ക്ലിയർ ആണ്, നമ്മളിവിടെ കണ്ടു അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഇനി ബിഗ് പ്ലേയേഴ്സ് ഫ്രഷ് പൊസിഷൻ എടുക്കണം. അതായത് ഈ മാർക്കറ്റിൽ അവരുടെ പ്രസൻസ് കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ, അവരുടെ പൊസിഷൻ ഡൗൺ ആണ്. അപ്പൊ ഇനി അവർ ഫ്രഷ് പൊസിഷൻ എടുക്കണം. എടുക്കുമ്പോൾ അവർ ഫ്രഷ് പൊസിഷൻ എടുക്കും. ശ്രദ്ധിച്ചോളൂ, ഫ്രഷ് പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലാസ്റ്റ് 30 മിനിറ്റിന് എബോവ് ആണ് അവര് പുതിയ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ലാസ്റ്റ് 30 മിനിറ്റിന് എബോവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കണ്ടോ, ഇത് ഫെയർ വാല്യൂ അല്ലേ കഴിഞ്ഞ ദിവസത്തെ. ഇവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുക, അതായത് ഇവിടെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് പോലെ ഈ റേഞ്ച് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഈ ഒരു റേഞ്ച് സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും. എന്നാൽ മാർക്കറ്റ് ഇതിന് ബിലോ ആണെന്നുണ്ടെങ്കിലോ, ഈ ലാസ്റ്റത്തെ ഫെയർ വാല്യൂവിന് ബിലോ ആണെന്നുണ്ടെങ്കിലോ, ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇതൊരു മാർക്കറ്റിന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യും. ഈ ഒരു ഏരിയ, ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഓർക്കുക, ഒരു ദിവസത്തെ ലാസ്റ്റ് 30 മിനിറ്റ് എന്ന് പറയുന്നത് ആ ദിവസത്തെ ഫെയർ വാല്യൂ ആണ്. ആ ഫെയർ വാല്യൂവിന് നെക്സ്റ്റ് ഡേയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, നെക്സ്റ്റ് ഡേയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയ ഇതുപോലെ ആക്ട് ചെയ്യുന്നതാണ് മാർക്കറ്റിൽ. നമുക്ക് കൂടുതൽ ചാർട്ട്സ് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഈ ഒരു ഡേ ഒന്ന് അനലൈസ് ചെയ്തേ. ഈ ഒരു ഡേ ഇവിടെ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് എന്താ നടന്നത് നോക്കി. ഇവിടെ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഈ ഒരു മാർക്കല്ല. ഞാൻ ഇവിടുത്തെ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ഡേ ഒന്ന് നോക്കി. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ കണ്ടു, ഇവിടെ കണ്ടോ, ഇവിടെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു മാർക്കറ്റിൽ കണ്ടോ, ഈ ഒരു മാർക്കറ്റിൽ ആ ലാസ്റ്റ് 30 മിനിറ്റിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ. 30 മിനിറ്റ്സിന്റെ അവിടെ ഓപ്പൺ ആയി, അവിടെ പോയി എക്സാക്ട് അതേ പോയിന്റ് പിന്നെയും ഫോളോ വരുന്നു, എക്സാക്ട് അതേ പോയിന്റ് പിന്നെയും ഫോളോ വരുന്നു, എക്സാക്ട് അതേ പോയിന്റ് പിന്നെയും ഫോളോ വരുന്ന കാണാം. അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടോ മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ? ഇത് സ്ലോലി മാർക്കറ്റിനെ മനസ്സിലാക്കി, പയ്യെ മാർക്കറ്റിനെ മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തിടെ അനലൈസ് ചെയ്യാം. നമ്മൾ കുറച്ച് ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് പലർക്കും അറിയാത്തതുകൊണ്ട് ഒരെണ്ണം കാണുമ്പോൾ കുറച്ച് ഡൗട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ഇനിയും അനലൈസ് ചെയ്യാം. ഒന്ന് രണ്ട് ശ്രദ്ധിച്ച് കേട്ടോളാം, അപ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ഒന്ന് കണ്ടോളൂ. ഈ ഒരു മാർക്കറ്റ് എടുക്കാം. ഈ ഒരു മാർക്കറ്റ് നോക്കി. ഈ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്ലോലി ഡൗൺ സൈഡ് പോയി. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഡൗൺ സൈഡ് വന്നതെന്ന് റീസൺ നമ്മളിപ്പോൾ കണ്ടു. കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഡൗൺ വന്നു. അപ്പോൾ ഇതിനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ബിഗ് പ്ലേസിന് റോൾ ഉണ്ടോ എന്നാണ് അടുത്ത നോക്കേണ്ടത്. നമ്മൾ ചുമ്മാ ക്യാൻഡിൽ നോക്കിയാൽ പോരാ, ക്യാൻഡിൽ നമുക്കൊന്നും പറഞ്ഞു തരില്ല. നമ്മൾ നോക്കേണ്ടത് ഈ മാർക്കറ്റിൽ ബിഗ് പ്ലേസ് ഉണ്ടോ. അവരെ നോക്കിയപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സിന് അധികം പ്രാധാന്യമില്ല, അതായത് അവർ അധികമായിട്ട് പൊസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു പൊസിഷൻ കണ്ടോ, ഇൻക്രീസും ചെയ്തിട്ടില്ല, അതായത് അപ്പ് സൈഡും പോയിട്ടില്ല, അവര് ഡൗൺ സൈഡും പോയിട്ടില്ല. ഈ ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയായിരുന്നു. അതായത് ബിഗ് പ്ലേയേഴ്സ് വളരെയധികം ആക്റ്റീവ് അല്ലാത്ത മാർക്കറ്റായിരുന്നു ഇത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ ഒരു ദിവസത്തെ ഡേറ്റ പിറ്റേ ദിവസത്തൊക്കെ യൂസ് ചെയ്യണ്ട. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ലൈവിലെടുത്ത് നോക്കുന്ന കാര്യമല്ല. ആദ്യം മനസ്സിലാക്കുക, ലൈവിൽ ഇങ്ങനെ എടുത്ത് നോക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് ലൈവിലല്ല എടുത്ത് നോക്കേണ്ടത്, ഇത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ദിവസത്തെ ഡേറ്റ മാർക്ക് ചെയ്തിട്ട് 3:30 ശേഷം നോക്കിയാൽ മതി.
എന്നിട്ട് ഇതിപ്പോൾ ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ വെനസ്ഡേക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ലൈവിലെടുത്ത് ഈ ലൈൻ എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകും അങ്ങനെയൊന്നും നോക്കണ്ട. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അത് പലരും, അത് ഞാൻ എടുത്തു പറഞ്ഞത് മുൻപ് വീഡിയോസിൽ ഒരു കമന്റ് കണ്ടിരുന്നു, ലൈവിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു, ഇത് ലൈവിൽ നോക്കണ്ട. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നത്. അതായത് നമുക്ക് മുൻകൂട്ടി കിട്ടുന്നതാണ് ഈ കാര്യങ്ങൾ. ഇപ്പം ഞാൻ വെനസ്ഡേ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ട്യൂസ്ഡേ നോക്കുക, ട്യൂസ്ഡേയിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്, ട്യൂസ്ഡേയിൽ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നോ, അവിടുത്തെ ക്ലോസ് എന്താണ്, ഇതൊക്കെ തലേ ദിവസം നോക്കി വെക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാർക്കറ്റ് ഉണ്ടോ, ഇവിടെ ബിഗ് പ്ലേസ് പൊസിഷൻ എടുത്തിട്ടുമില്ല, അവർ എക്സിറ്റും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ലെവൽസ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും മാർക്കറ്റില്ല ബിഗ് പ്ലേസിന്റെ പൊസിഷൻസ് അവർ മാസീവായിട്ട് പൊസിഷൻ എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ മാസീവായിട്ട് എക്സിറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം അവർ ട്രേഡ് ചെയ്യുന്നതിനൊപ്പം അല്ലെങ്കിൽ അവർ പൊസിഷൻ എടുക്കുന്നതിനൊപ്പം ഡിസിഷൻ എടുക്കേണ്ട പഠിക്കണ്ടേ. അല്ലാതെ അവരില്ലാത്ത മാർക്കറ്റിലല്ല, അവരുടെ പൊസിഷൻ അവർ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം, അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാർക്കറ്റിനെ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ ക്യാൻഡിൽ നോക്കിയിട്ടല്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ മാർക്കറ്റും ഈ മാർക്കറ്റും നമ്മൾ ഡിഫറൻസ് കണ്ടോ? ആ ഒരു ഡിഫറൻസ് നോക്കി, കഴിഞ്ഞ മാർക്കറ്റിൽ കണ്ടോ, ഇവിടെ ബിഗ് പ്ലേസ് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ് മാസീവായിട്ട്. അപ്പൊ അവിടുത്തെ ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലോസ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവിടെ ബിഗ് പ്ലേസ് ഈ ഒരു പുതിയ മാർക്കറ്റ് കണ്ടോ, നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു മാർക്കറ്റ് കണ്ടോ, ഇവിടെ ബിഗ് പ്ലേയേഴ്സ് പ്രത്യേകിച്ച് അധികം പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ല, എക്സിറ്റും ഇല്ല, പൊസിഷൻ ആഡ് ചെയ്തിട്ടുമില്ല, മാസീവായിട്ട് ആഡ് ചെയ്തിട്ടില്ല, അതായത് ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഒരു സൈഡ് വേസ് ആണ് അവരുടെ പൊസിഷൻ പോയിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആ ഒരു ലെവലിൽ പ്രാധാന്യം, ആ ലാസ്റ്റ് 30 മിനിറ്റ്സിന് പ്രാധാന്യം സ്വാഭാവികമായിട്ടും കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കാം, മാർക്ക് ചെയ്യേണ്ടതില്ല. ഇനി നെക്സ്റ്റ് ഡേ ഒന്ന് നോക്കി, അടുത്ത ഡേ ഒന്ന് നോക്കി. ഓക്കെ, ഞാനിത് മൾട്ടിപ്പിൾ എക്സാമ്പിളുകൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്, ഇത് ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് എക്സാമ്പിൾ അധികം കാണുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കി, ഈ ഒരു മാർക്കറ്റ് ഒന്ന് നോക്കി എല്ലാവരും, ഈ ഒരു മാർക്കറ്റ് ഒന്ന് നോക്കി. ഇവിടെ മാർക്കറ്റിൽ ആദ്യം മാർക്കറ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഈ മാർക്കറ്റിൽ എന്താ സംഭവിച്ചേക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ. ഇവിടെ ബിഗ് പ്ലേയേഴ്സിന്റെ നമ്മുടെ മാർക്കറ്റ്, അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്യാൻഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുകയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഇത് വളരെ ക്ലിയർ ആണ്. മാർക്കറ്റ് സ്ലോലി അപ്സൈഡ് പോയിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ, അതായത് ബിഗ് പ്ലേയേഴ്സ് എൻട്രിയോ എക്സിറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ അവരുടെ ഒരു പ്രസൻസ്, അതായത് ഇവിടെ അവരെന്താ ചെയ്തേക്കുന്നത്, നേരത്തെ കണ്ടതുപോലെ കണ്ടോ, ഇവിടെ അവർ മാസീവായിട്ട്, അതായത് വലിയ രീതിയിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ കണ്ടോ. അപ്പോൾ ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി മീൻസ് അവരെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ എന്തെങ്കിലും ചെയ്യണം, ഒന്നെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ മാർക്കറ്റിൽ നോക്കി, ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സൈഡ് വേസ് ആണ്. അങ്ങനെയല്ല, നമുക്ക് അവരെന്ത് ചെയ്യണം, അവര് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അവരൊന്നെങ്കിൽ നിലവിലുള്ള പൊസിഷൻ മാസീവായിട്ട് എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുകയോ വേണം. അപ്പോഴാണ് നമ്മൾ ഈ ലാസ്റ്റ് 30 മിനിറ്റ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മാർക്കറ്റിൽ അവര് മാസീവായിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ റീസൺ കൊണ്ട് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് നമുക്ക് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവോ. ഇത് ഇങ്ങനെ ക്യാൻഡിൽ എടുത്ത് വെച്ച് നോക്കിയാണ് നമ്മൾ, ഇവിടെ ബിഗ് പ്ലേയേഴ്സ് എന്താ ചെയ്തേ, ക്യാൻഡിൽ നോക്കുന്ന ആള് പറയുന്ന മറുപടി എന്തായിരിക്കും, ഇവിടെ ബിഗ് പ്ലേയേഴ്സ് ബൈ ചെയ്തു എന്നായിരിക്കും. അല്ല, നമ്മൾ നോക്കുക, നമ്മളിതേ ഇവിടെ നോക്കുക, ഇവിടെ ബിഗ് പ്ലേയേഴ്സ് അവരെ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയ്തർ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ഈ ക്ലോസ് മാർക്ക് ചെയ്യുക. ക്ലോസ് മാർക്ക് ചെയ്തുകൂടാത്ത സിറ്റുവേഷൻ കൂടെ കാണിച്ചു തന്നു. ഓക്കെ, ഇനി മാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ, ഇവിടെ ക്ലോസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ലാസ്റ്റ് 30 മിനിറ്റ് ഏതാണ്, ലാസ്റ്റ് 30 മിനിറ്റ് മാർക്ക് ചെയ്യുക. 3 മണി മുതൽ 3:30 വരെ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന 3 മണി മുതൽ, ഇത് 3 മണിയുടെ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, 3 മണി മുതൽ 3:30 വരെ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടോ, ഇതിന് എബവ് ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ നിന്ന് എന്ത് വരാമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് കണ്ടോ. ഓപ്പൺ ആയാൽ ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണെന്ന് പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു, നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ, ആ ഒരു ക്ലോസിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കുന്നുണ്ടോ.
അതേസമയം മാർക്കറ്റ് ഇതിന്റെ ബിലോ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയത് ഇവിടെ ആയിരുന്നെങ്കിലോ നേരെ തിരിച്ച് ഇതുപോലെ, കണ്ടോ, ഇതുപോലെ ഇതുപോലെ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഡേകൾ ആദ്യം ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ either അവർ വലിയ രീതിയിൽ പൊസിഷൻ ആഡ് ചെയ്യുകയോ വലിയ രീതിയിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഡേ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലാസ്റ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് 30 മിനിറ്റിന്റെ ക്ലോസിംഗ് റേഞ്ചിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മാർക്ക് ചെയ്യാം. ആ റേഞ്ച് ഇതേപോലെ ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ച് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ടൂളാണിത്, അത് യൂസ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഈ ക്ലോസിനെ സംബന്ധിച്ച് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എബവ് ആണോ ബിലോ ആണോ എന്നുള്ളത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ബിലോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഓരോ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് നമുക്കത് മനസ്സിലാവാനും, ഇത് ആരും ഓടിപ്പോയിട്ട് ഇത് വെച്ച് ട്രേഡ് എടുക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല പറയുന്നത്. മാർക്കറ്റ് മനസ്സിലാവാൻ, സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാവാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പോയിട്ട് ഇത് കണ്ടു ഉടനെ പോയിട്ട് നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മാർക്കറ്റിനെ മനസ്സിലാക്കി തുടങ്ങാൻ, മാർക്കറ്റിന്റെ പൾസ്, മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ, അതായത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് പറയുന്നത്. നമ്മൾ ഇതല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ ചെയ്താൽ എന്ത് പറ്റും, നമ്മൾ ഇതുപോലുള്ള മാർക്കറ്റൊക്കെ പിന്നെയും ഇത് ബൈയിങ് മാത്രമാണ്. അതേ ഇവിടെ നമ്മളൊരു മാർക്കറ്റ് കണ്ടതാണ്, കണ്ടോ, ഇത് ബൈയിങ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ പിറ്റേന്ന് ഫോളോ വന്നതിന്റെ റീസൺ ഒക്കെ നമ്മൾ കണ്ടതാണ്, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. ഇത്തരം പോയിന്റുകളൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഇതൊന്നും അറിയാതെ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് ബൈയിങ് മാർക്കറ്റ് ആണെന്ന് കരുതി ഇവിടെയും പോയി നമ്മൾ ബൈ ചെയ്യും, ഇവിടെ പോയിട്ട് ബൈ ചെയ്ത് കൊടുക്കും, പലരും ലോസിലേക്കൊക്കെ പോകും. ഓക്കെ, അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പറയുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓരോ വീഡിയോ കാണുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വരും എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ ക്ലോസ് ഇതുമായിട്ട് ക്ലബ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചെങ്കിലും ഇത് മനസ്സിലായി വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ മനസ്സിലായി വരുന്നുണ്ടെങ്കിൽ അത് പറയുക. ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം കേട്ടോ. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യണം. കൂടുതൽ എക്സാമ്പിളുകൾ, കൂടുതൽ പല ടൈപ്പ് മാർക്കറ്റുകൾ എടുത്ത് കൂടുതൽ എക്സാമ്പിളോട് പറയണം, അത് ലൈക്ക് ചെയ്യുക. ഇല്ല ആവശ്യമില്ല, യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കമൻറ്റിലൂടെ പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, എത്ര പേർക്ക് കണ്ടിന്യൂഷൻ താല്പര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് മാർക്കറ്റുകൾ തിരിച്ചറിയാൻ പഠിക്കുക ആദ്യം തന്നെ. ഈ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഉള്ളതും അവർ ആക്ടിവിറ്റി ഉള്ള മാർക്കറ്റുകൾ തിരിച്ചറിയാൻ പഠിക്കുക. അത്തരം മാർക്കറ്റുകളിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, അത്തരം മാർക്കറ്റുകൾ. അല്ലാതെ എല്ലാ മാർക്കറ്റുകളും പോയിട്ട് എല്ലായിടത്തും പോയിട്ട് മാർക്ക് ചെയ്യരുത്. അവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഒരു 10 മാർക്കറ്റ് എടുക്കും, 10ലും പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പോകും. പക്ഷെ ആ 10 മാർക്കറ്റിലും ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ബിഗ് പ്ലേസിന്റെ ആക്ടിവിറ്റി എവിടെയുണ്ടോ ആ മാർക്കറ്റുകളാണ് തിരിച്ചറിയേണ്ടത്, അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് മാർക്കറ്റ് ലോസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മാർക്കിനെ പറ്റിയുള്ള ഒരു വ്യൂ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ.